ഹേ ഗൈസ്, അപ്പോൾ നമ്മുടെ പൊങ്കാല വ്ളോഗിൻ്റെ സെക്കൻഡ് പാർട്ടാണ് കേട്ടോ ഇതിപ്പോൾ. ഫസ്റ്റ് പാർട്ട് കാണാൻ ആരെങ്കിലും മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കണ്ടതിന് ശേഷം ഇത് കാണണേ, എന്നാലും നിങ്ങൾക്ക് ആ ഒരു കണ്ടിന്യൂഷൻ കിട്ടുള്ളൂ. അപ്പോൾ ഓക്കെ ഗൈസ്, നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. കണ്ടോ, ഇതാണ് നമ്മുടെ ബൂസ്റ്റ് കുടിക്കുക. അത് കാണിക്കൂ. അത് നമ്മുടെ പിങ്ക് ഇവൻ കടയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മളൊന്നും മേടിച്ചിട്ടിട്ടത്. ഇവിടെ കുലുക്കി സർബത്ത് സംഭവങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ ഒന്നും മേടിച്ചിട്ടുണ്ടായില്ല. ഇന്നലെ ഫുൾ മേളത്തിൻ്റെ പുറകിലായിരുന്നു ഞാൻ. കുറച്ച് പേര് കളിത്തട്ടിലിരിക്കുന്നുണ്ട്, കുറച്ച് പേര് ആനപ്പന്തലിരിക്കുന്നുണ്ട്. പിന്നെ അവിടെ ഓഫീസിലെ ആൾക്കാർ അവിടെയാണ് പൊങ്കാല നടക്കുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ആൽമരം. ഗൈസ്, നമുക്കിത് അവരെന്നെ വിളിക്കുന്നുണ്ട്, ആനപ്പന്തലിരിക്കുന്നവർ. വാട്ട്? ഓ, ഞാൻ സ്നേഹം കൊണ്ട് വിളിക്കണെന്നാ വിചാരിച്ച ഗൈസ്. അവൻ എനിക്ക് കുലുക്കി സർ ഇല്ല. ഞാൻ കാവ്യ വൈബ്സ് മാറ്റി കാവ്യക്ക് കാവ്സ് എന്ന് പറയുമ്പോ ആർക്കും മനസ്സിലാവണല്ലോ. നിന്റെ സ്പെക്സ് ആണത്? അവന്റെ കണ്ണടയാണത്. എക്സ്ക്യൂസ് മീ. ദൈവമേ ഈശ്വര ലോക, ഐ എം പ്രൗഡ് ഓഫ് യു. ഇതാടെ സ്പെക്സ് ഉണ്ടവന്? വെള്ളം അത് കുടിച്ചോ. നല്ല പവർ ഉണ്ടോ നിനക്ക്? ഞാൻ കണ്ടിട്ടില്ലല്ലോ ഇതുവരെ. വെറുതെ ഷോയ്ക്ക് വേണ്ടി വെച്ചേക്കണെന്ന് തോന്നുന്നുണ്ട്. വേണ്ട ഗൈസ്, എന്റെ കണ്ണിൽ പഠിച്ചോ, ഞാൻ വയ്ക്കണില്ല. കുലുക്കി നിന്നായിട്ട് ഞാൻ കുലുക്കൂപ്പ. ഗൈസ്, ഞാൻ വിചാരിച്ചു ഇവിടെ എന്താണ് ഇത്ര പേരുന്ന്. ഗൈസ് എല്ലാവരും എന്തോ താങ്ക് യു ഗൈസ്. എൻ്റെ തിരുവാതിരക്കളി നന്നായതെന്ന് പറഞ്ഞിട്ടുണ്ടോ ഞാൻ താങ്ക് യു പറഞ്ഞ ചേച്ചിയോട്. നിങ്ങൾക്ക് പ്രസാദോട്ടിന് നിൽക്കല്ലേ? ആ, അതാണ് ഞാൻ ഓർത്ത് കുറേ പേരെന്താണ് ഇവിടെ നിൽക്കണേന്ന്. ഉണ്ട് അവിടെ അമ്മ പൊങ്കാലിട്ടോണ്ടിരിക്കുക. ഗൈസ്, അപ്പോൾ ദേ എല്ലാവരും പ്രസാദൂട്ടിന് വേണ്ടി നിൽക്കുന്ന ആൾക്കാരുടെ തിരക്കാണ്. അപ്പോൾ ദേ ഇതെന്തിനാണ് കയറ്? ക്യൂ ആയിട്ട് നിൽക്കാനല്ലേ? ആ, അതെ അതെ, എല്ലാം കഴിഞ്ഞിട്ട് കഴിച്ചാൽ മതി. എനിക്ക് തോന്നുന്നു ഒരു രാത്രിയിലും മതി, കുഴപ്പമില്ല. ഗൈസ്, ദേ പ്രസാദൂട്ടിന് എല്ലാവരും പോകുന്നു. അപ്പോൾ അവർ നേരെ പോവാൻ വേണ്ടിയാണ് ഈ കയറ് കെട്ടിയിരിക്കണത്. ഗൈസ്, ദേ എല്ലാവരും അവിടെയാണ് ഗൈസ്. പ്രസാദൂട്ട് അവിടെ ആണ്. അപ്പം അങ്ങോട്ടേക്ക് പോവുകയാണ് എല്ലാവരും. ഓക്കെ, ആ എടുത്തെടുത്ത്. അവിടെ ഉണ്ടോ പ്രസാദൂട്ട് നടക്കണേ? ഓ, ഇത്രയും പെട്ടെന്ന് ഇത്രയും ക്യൂ ആയ ഗൈസ്. അപ്പോൾ ആറാട്ട് സദ്യ കേട്ടോ, പ്രസാദൂട്ടല്ല ഞാൻ പറഞ്ഞപ്പോൾ മാറിപ്പോയതാണ്. അപ്പം മിക്ക ആൾക്കാരും ഇവിടെ ക്യൂ നിൽക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. നമ്മൾ പിള്ളേർ മൊത്തം ഇവിടെ ചുമ്മാ ഇരുന്ന് ചില്ല് ചെയ്യാൻ കേട്ടോ. എന്താണ് ഒന്നിട്ട് പറ കേക്കട്ടെ എൻ്റെ ഓ ഗൈസ്, ഞാൻ ക്യാമറ കൊണ്ടുവന്നോണ്ട് മാത്രം മര്യാദയ്ക്ക് കൊട്ടിയതാണ് അവൻ പറയുന്നത്. ചുമ്മാ ചുമ്മാ ഗൈസ്, അവനും ഇവനും അടിപൊളിയായിട്ട് കൊട്ടിയെന്നല്ല. യെസ് യെസ്. ഓ, ആറാട്ട് സദ്യയുടെ ഒരുക്കങ്ങളാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഗൈസ്, ഇതാണ് ശരത്തേട്ടൻ, ഇന്ദു ചേച്ചിയുടെ ഹസ്ബൻഡാണ്. ചേട്ടൻ വീഡിയോയിൽ വന്നിട്ടില്ലെന്ന്. ഇവിടെ ആറാട്ട് സദ്യയുടെ തിരക്കുകളൊക്കെയാണ് കേട്ടോ ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ബിഹൈൻഡ് ദി സീൻസ് കാഴ്ചകളാണ് നിങ്ങളിപ്പോൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അധികം വൈകാണ്ട് തന്നെ ആറാട്ട് സദ്യ തുടങ്ങുന്നതായിരിക്കും. ഇപ്പോൾ ആറാട്ട് സദ്യ കേട്ടോ, പ്രസാദൂട്ടല്ല ഞാൻ പറഞ്ഞപ്പോൾ മാറിപ്പോയി. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം ബാക്കി വിശേഷങ്ങൾ. തുടങ്ങിയിട്ടില്ല, എല്ലാവരും അതിൻ്റെ പ്രിപ്പറേഷൻസിലാണ്. ഗൈസ്, അപ്പോൾ ഇവിടെ ലാസ്റ്റ് മിനിറ്റ് പ്രിപ്പറേഷൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ജസ്റ്റ് വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടി ഞാൻ ഇങ്ങോട്ടേക്ക് വന്നാണ് അവർ വിളിച്ചപ്പോൾ. അപ്പോൾ അത് ഇപ്പം തന്നെ തുടങ്ങും കേട്ടോ. അപ്പോൾ എല്ലാ സംഭവങ്ങളും റെഡിയാക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് ആൾക്കാർ വരുമ്പോൾ സ്റ്റാർട്ട് ചെയ്യാറ്. അങ്ങനെ ദേ നമ്മുടെ ആറാട്ട് സദ്യ തുടങ്ങിയിട്ടോ. പ്ലേറ്റിലാണ് കേട്ടോ കൊടുക്കുന്നത്. എല്ലാവർക്കും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ സൈഡിൽ വിളമ്പി 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 അങ്ങനെ പോകും.
അപ്പോൾ ഇടയ്ക്ക് വെച്ചിട്ട് വിളമ്പുന്നതിൻ്റെ ഇടയിൽ അതിൽ കുറവ് വന്നപ്പോൾ ഞാനും വിളമ്പാനായിട്ട് കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഗൈസ്. എനിക്ക് പണ്ടെപ്പോഴോ അങ്ങനെ വിളമ്പിയിട്ടുണ്ട്. അതല്ലാണ്ട് പിന്നെ അങ്ങനെ കോളേജിൽ വെച്ചിട്ട് എന്തോ വിളമ്പാനായിട്ട് നിന്നിട്ടുണ്ട്. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ വിളമ്പി കൊടുക്കുന്നതൊക്കെ. ഇങ്ങനെ നല്ല രസമല്ലേ, എനിക്കറിയില്ല എല്ലാവർക്കും ഇതുപോലെ ഇഷ്ടമാണോ, പക്ഷെ ഞാൻ ഭയങ്കര എൻജോയ് ചെയ്തിട്ടാണ് അന്ന് അവർക്കെല്ലാവർക്കും ഇങ്ങനെ ഫുഡൊക്കെ വിളമ്പി കൊടുക്കുമ്പോൾ. അറിയില്ല, ഒരു സന്തോഷം, ഒരു രസം. പിന്നെ നമ്മൾ എന്താ പറയുക, ഇങ്ങനെ ഞാൻ രസമാണ് കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ രസം എന്നൊക്കെ പറഞ്ഞിങ്ങനെ പോകാനൊക്കെ ആയിട്ട് രസമുണ്ടായിരുന്നു. അപ്പോൾ അത് ഗൈസ് ഞാനപ്പോൾ കഴിക്കാൻ വേണ്ടി ഇരുന്നിട്ടോ. എനിക്ക് അടുത്ത് പെട്ടെന്ന് പോകാനുണ്ടായിരുന്നു. പെട്ടെന്ന് പോകാനില്ലായിരുന്നെങ്കിൽ ഞാൻ കുറച്ചും കൂടി വിളമ്പി തന്നെ, കാരണം എനിക്ക് വിളമ്പി മതിയായിട്ടുണ്ടായിരുന്നില്ല ഗൈസ്. അപ്പോൾ ഇത് ഞാനങ്ങനെ ചോറ്, നമ്മുടെ സാമ്പാർ, പിന്നെ തോരൻ, പപ്പടം ഇതെല്ലാം കൂടി കൂട്ടി ഒരു പിടി പിടിക്കുകയാണ് കേട്ടോ ഗൈസ്. അപ്പോൾ ഞാനാണെങ്കിൽ റൈറ്റ് ചെയ്തുകൊണ്ടാണ് കഴിക്കുന്നത്. പിന്നെ ക്യാമറയുടെ സെറ്റിങ്സിൽ മിറർ ഇമേജ് ആയിട്ട് കിടക്കുന്നതുകൊണ്ടാണ് കേട്ടോ ലെഫ്റ്റായിട്ട് തോന്നുന്നത്. നിങ്ങളാരും തെറ്റിദ്ധരിക്കരുത്. ഇവിടെ എല്ലാവരും അവശതയായിട്ടിരിക്കുകയാണ്. ആറാട്ട് സദ്യയൊക്കെ കഴിച്ച് എല്ലാവരും ഇവിടെ ഇരിക്കുകയാണ്. കണ്ടോ ഗൈസ്, എൻ്റെ അനിയത്തി, അമ്മ എല്ലാവരും ഉണ്ട്. പിന്നെ കുറച്ച് നേരം അവിടെ ഇരിക്കുന്നു. ഓക്കെ ഗൈസ്, ഞാൻ പൊങ്കാലയുടെ ഇടയിലാണ് പെട്ടെന്ന് എനിക്ക് അവിടെ മറ്റേ സദ്യ വിളമ്പാനായിട്ട് അതുപോലെ വീഡിയോ എടുക്കാനൊക്കെ ആയിട്ട് അപ്പോൾ അവിടെ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ബാക്കി അമ്മ പായസം ഉണ്ടാക്കണ വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല ഗൈസ്. സോറി ഗൈസ്, അതൊന്നും എനിക്ക് കാണിക്കാൻ പറ്റിയില്ല. അപ്പോൾ കുറേ സദ്യയുടെ തിരക്കിലായിട്ട് അങ്ങോട്ട് പോയി, പിന്നെ വിളമ്പാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുവരെയുള്ള വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യണം. പായസം ഞാൻ കാണിച്ചു തരാം കേട്ടോ, എങ്ങനെയാണ് അതിൻ്റെ ബാക്കി ഔട്ട്പുട്ട് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അപ്പോൾ അതേ ഈ രണ്ടുപേരും വരുന്നത് എൻ്റെ അമ്മയുടെ ഫ്രണ്ട്സാണ് കേട്ടോ, സന്ധ്യാൻ്റെയും പ്രശാന്തിൻ്റെയും. അപ്പോൾ നമ്മുടെ അമ്പലത്തിൽ ആറാട്ട് സദ്യ കഴിക്കാൻ വേണ്ടി വന്നാണ് കേട്ടോ അവർ. ചേട്ടാ ഗൈസ്, ശ്രീകുമാർ ചേട്ടൻ ഫുഡ് കഴിക്കാൻ വന്നാണ്. ഓക്കെ നേരായിട്ട് ഇവന് എനിക്ക് സ്വൈര്യം തന്നെയില്ല ഗൈസ്. ഇവന് അറിയാണ്ട് ഇന്നലെ ഞാനൊന്നൊരു കുലുക്കി സർബത്ത് മേടിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ തുടങ്ങി ഇവൻ എൻ്റെ പുറകിൽ നിന്ന് മാറുന്നില്ല ഗൈസ്. ഞാൻ വിചാരിച്ചു ഇവൻ മറന്നു പോയിരുന്നത്. ഇവനും വേറെ ഒരുത്തിനും കൂടി ഉണ്ട്. നോക്ക് ഗൈസ്, അയ്യടാ അവൻ മാറി നിൽക്കുകയാണ് വീഡിയോയിൽ വരാണ്ട്. ഓക്കെ ഗൈസ്, ഇവർക്ക് ഇനി എന്തെങ്കിലും ഇത് കുടിച്ചിട്ട് ഇവർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഞാൻ ഉത്തരവാദിയല്ല. ഞാൻ പറഞ്ഞാണ് കുടിക്കണ്ടെന്ന്. ഓക്കെ വാ, നമുക്ക് പോയി കുടിക്കാം. നമ്മുടേതായിട്ടുള്ള പ്രിക്കോഷൻ നമ്മളെടുത്ത് വെക്കേണ്ടത്. അതെ അതെ അതെ. എവിടെ എൻ്റെ ചെരുപ്പ്? വാ ഗൈസ്, ഈ വെയിലത്ത് തന്നെ നടത്തിക്കുന്നു. പാവം ഞാൻ എൻ്റെ പൊന്നോ, ഇവൻ ഭയങ്കര ദൂരം. അമ്മേ എൻ്റെ കാല് പൊള്ളണോ? കാല് പൊള്ളണോ? അയ്യോ കാലൊക്കെ പൊള്ളണോ? ചെരുപ്പ് ഗൈസ്. എന്ത് തേങ്ങയാണെന്നാവോ? പിന്നെ എന്തോ തേങ്ങ, എന്തു സാധനമാണ് നിനക്ക് വേണ്ടത്? റൂഹ് അഫ്സ. അല്ലെങ്കിൽ നിനക്ക് കിളിയൊന്നും ഇല്ല, പാറി കിടക്കാണ്. ഇനി നല്ലതുണ്ട് ഒന്നുമില്ല, എന്റെ സൗണ്ട് ഒന്നും ഇല്ലല്ലോ. ദൈവം, ഇത് കഴിഞ്ഞ പ്രാവശ്യത്തെ ആൾക്കാരാണ്. പറഞ്ഞോ ഏതാണ് കുറച്ചുകൂടി നല്ലത്? ആണോ? നീ വേണമെങ്കിൽ പറഞ്ഞോ, അത് പറഞ്ഞോടാ. പറഞ്ഞോ. ഉറപ്പാണ്. എന്താണ്? റൂഹ് അഫ്സ. ഏതോ പെണ്ണിന്റെ പേര്, അതുകൊണ്ടാണ് അവൻ അത് ചൂസ് ചെയ്തത് ഗൈസ്. ഏതോ ഗേൾസിന്റെ പേരാണ് അഫ്സ അല്ലേ? അതിന്റെ ഓർമ്മയ്ക്ക് അവൻ അത് കുടിക്കാന്ന് വിചാരിച്ചു. അച്ഛൻ കുളിക്കാൻ പോണം. കുലുക്കി 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 കുലുക്കി. ഭയങ്കര കുലുക്കലാണ് ഗൈസ്. കണ്ടോ, ചോക്ലേറ്റ് മിൽക്ക് ബൂസ്റ്റ് കുലുക്കി കുലുക്കി സർബത്ത് മേടിച്ചോടാ. അവൻ്റെ ഓടി കിളി പാറി, ഇനി ഒരു കിളി പാറിയും കൂടി അവന് കൊടുക്കൂ. കിളി എന്തോ ചോക്ലേറ്റ് ഏതാ നിനക്ക് വേണ്ട? പിന്നെ ഇതാണുള്ളത് പാലിന്റെ. നിനക്ക് ഏതാ വേണ്ടേ? അയ്യോ ഒരു മിനിറ്റ് കുടിച്ചു. എന്റെ പല്ലിന് ഭയങ്കര സെൻസിറ്റിവിറ്റിയാണ് ഗൈസ്, വേദനിക്കണം. തേക്കണ വല്ല സെൻസോടെ ഇതുണ്ടല്ലോ എടാ, കുറച്ചും കൂടി ഇതുണ്ടല്ലോ, മറ്റേതില്ലേ എന്താണ്, റോസ് മിൽക്കിന്റെ ഒക്കെ ടേസ്റ്റ്. കുഴപ്പമില്ല ഗൈസ്, നന്നായിട്ട്. എന്റെ പല്ല് സെൻസിറ്റീവ് ആണ്. ബബിൾ ടീ അതില് മറ്റേ കസ്കസൊക്കെ ഉണ്ട് ഗൈസ്, അതുകൊണ്ട് കടിക്കാൻ രസമുണ്ട്.
കുട്ടിക്കുന്നു ഞാൻ നീ കൊതി കിട്ടും നിനക്ക്. അവൻ തരും, ലാസ്റ്റ് തരും. ഇവന്റെ ഇതിന് വേണമെങ്കിൽ ഫ്രെയിമിൽ കുറച്ച് പൊക്കി പിടിക്കണം, അല്ലെങ്കിൽ ഇവന്റെ ഇത് ഇവിടെ നെഞ്ചു വരെ കിട്ടുള്ളൂ. ജിറാഫിന്റെ വംശമാണ്. ബൂസ്റ്റ് കുടിക്കാൻ പോണു. ഇഷ്ടപ്പെട്ടാ? ഇനി അവൻ പറയാം അത് അവനെ മതിയെന്ന്. ഇവരെല്ലാം വേണല്ലോ, ഇവരാരാണ്? കണ്ടോ, ഇതാണ് നമ്മുടെ ബൂസ്റ്റ് കുടിക്കുക. അത് കാണിക്കൂ, അത് നമ്മുടെ പിങ്ക്. യാ അപ്പൊ ഞാൻ ബൂസ്റ്റ് കുടിക്കാൻ പോകാം. ശ്രദ്ധിക്കത്തെ കൊയിച്ച് ഗൈസ്, ഇവനെ കൊണ്ട് നിനക്ക് തന്നെയില്ല. നീ അവിടെ അടങ്ങി നിക്കട്ടെ കുറച്ചേരം. ഞാൻ ഇഷ്ടമായത് കൺഫ്യൂഷൻ, രണ്ടും കൺഫ്യൂഷൻ. ഗൈസ് ഇവനോട് ഏതാണ് ഇഷ്ടമായത് വെച്ചപ്പോ ഇവൻ പറഞ്ഞു കൺഫ്യൂഷൻ. ഇവിടെ കൺഫ്യൂഷൻ പുതിയ ഫ്ലേവറാണ്. അതെ. നിനക്ക് ഏതാണ് ഇഷ്ടമായത്? എല്ലാവർക്കും ബൂസ്റ്റാണ് ഇഷ്ടമായത്. ഫ്രീ ആകെ പറയുന്നുണ്ട് ഗൈസ്. ഇതാണ് കേട്ടോ നമ്മുടെ സഞ്ജയ് ചേട്ടൻ. പറയട്ടാ, പാത്രമില്ല കഴുകാൻ, വേറെ ഇത് കൈകൊണ്ട് വരും. ഗൈസ് ഇത് സഞ്ജയ് ചേട്ടന്റെ ഭാര്യ ചേച്ചി. ഇത് മോളാണ്. മോനുണ്ട്, മോൻ വന്നിട്ടില്ലെന്ന് തോന്നുന്നു, അപ്പുറത്തുനിന്നാ. അപ്പൊ ഓക്കെ ബൈ. ശരി. നീ പോവാണല്ലേ, നമുക്കിനി അടുത്ത ഉത്സവത്തിന് കാണാന്നൊക്കെ. വീട്ടിലോട്ട് വരും. അത് വേണ്ട, ടാറ്റ ബൈ. ഓക്കെ ടാറ്റ ബൈ ഗൈസ്. ഇവര് പോണു ഗൈസ്, വീട്ടിലവർക്ക് എക്സാം ഉണ്ട്. അപ്പൊ ഓൾ ദ ബെസ്റ്റ്. എക്സാം ഇല്ലേ? എന്താണെങ്കിലും ഓൾ ദ ബെസ്റ്റ്. എന്താണ് ഇങ്ങനെ? അതെ, ചേച്ചി പോവാണോ? ആ അങ്ങനെ എല്ലാം അവസാനിച്ചിരിക്കുന്നു. ഇന്ന് രാത്രി കൊടിയിറങ്ങും, അതോടുകൂടി എല്ലാം കഴിയും അല്ലേ? എങ്ങനെ ഉണ്ടായിരുന്നു തവണത്തെ ഉത്സവം പറയൂ? ഇഷ്ടപ്പെട്ടോ? എന്റെ കമ്മൽ എങ്ങനെയുണ്ട് പറയൂ? കൊള്ളൂല. അല്ലെങ്കിൽ ഇവരോട് ചോദിച്ചതൊക്കെ ഇവർ പറയുള്ളൂ എന്ന് എനിക്കറിയാം ഗൈസ്. പിന്നെ ഞാൻ വെറുതെ ഒരു ഫോർമാലിറ്റിക്ക് ചോദിക്കുന്നതാണ്. പാവം ഞാൻ. ഗൈസ് കണ്ടോ, നിങ്ങൾക്ക് എൻ്റെ കമ്മൽ, എൻ്റെ കോസ്റ്റ്യൂം ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ കമൻറ്റ് ബിലോ. എന്ത് സാധനം ഗൈസ്. എൻ്റെ വള കാണിച്ചു തരാം കേട്ടോ. വള കണ്ടോ? അപ്പോൾ ഓക്കെ ഗൈസ്, അപ്പോൾ നിങ്ങൾ ഈ ചുരിദാർ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പറയൂ. എൻ്റെ ഇതൊക്കെ ഇഷ്ടപ്പെട്ടത് പറയൂ ഗൈസ്. ഇവിടെ എന്നെ കുറേ പേര് ഐശ്വര്യ റായ്, കുഴപ്പമില്ല, ഐശ്വര്യ ഗൈസ്. ഇവരെന്നെ താറ്റിക്കുന്നത്. ഇവര് ഞാൻ എൻ്റെ ബ്ലോഗിൽ ഇനി ഉൾപ്പെടുത്തില്ലടോ. ഓക്കെ പൊക്കോ, വീട്ടിൽ പൊക്കോ. ഞാൻ ഇനി ഇവിടെ നീന്ന സ്കൈ നോക്കൂ. എന്തോ പറഞ്ഞ പെട്ടെന്ന് മുകളിലേക്ക് നോക്കിയപ്പോഴാണ് സ്കൈ കണ്ടത്. ആ ക്ലൗഡ്സ് ഒക്കെ കണ്ടോ? അടിപൊളി, രക്ഷയില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനത്തെ ഇതൊക്കെ കാണാനായിട്ട്. അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് കണ്ടു കഴിഞ്ഞാലും വെറുതെ വിടില്ല, അപ്പൊ തന്നെ വീഡിയോ എടുക്കും. നമ്മളങ്ങനെ ഇന്ന് ഈ കൊടി ഇറങ്ങുന്നതായിരിക്കും. എടാ അത് പൊളിയിട്ടാ. അങ്ങനെ ഞാൻ അപ്പൊ തന്നെ അവിടെ നിന്ന് ഇറങ്ങിട്ടോ. ഞാൻ അപ്പൊ ദേ വീട്ടിലേക്ക് നടക്കുകയാണ്. ഞാൻ ഒറ്റയ്ക്കാണ്, ബാക്കിയുള്ളവരൊക്കെ നേരത്തെ വീട്ടിലേക്ക് പോയി. ഗൈസ് ദേ ഇതാണ് നമ്മുടെ പൊങ്കാല. ഞാൻ പറഞ്ഞില്ലേ എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ദേ കശുവണ്ടിയൊക്കെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും. അപ്പോൾ ദേ ഇതിലാണ് ഉണ്ടാക്കിയത് അമ്മ. അപ്പോൾ എനിക്ക് നിങ്ങളെ കാണിച്ചു തരാൻ പറ്റിയില്ലല്ലോ, അതുകൊണ്ടാണ് ഇപ്പോൾ ഞാനത് കാണിച്ചു തന്നത്. ടേസ്റ്റ് ഞാൻ നോക്കിയിട്ടില്ല, ടേസ്റ്റ് നോക്കുമ്പോൾ ഞാൻ പറയാം കേട്ടോ ഗൈസ്. അപ്പോൾ ഞാൻ പൊങ്കാല ടേസ്റ്റ് ചെയ്യണം. കൊള്ളാം, കൊള്ളാട്ടോ. അവളാ ഒരു പുകയൊക്കെ കൂടിയിട്ട് ഉണ്ടാക്കുന്നതാണല്ലോ, അപ്പോൾ ഒരു പുകച്ചൊവയുടെ ഒരു ടേസ്റ്റ് ഉണ്ട്. പക്ഷെ എന്നാലും കൊള്ളാം, നൈസായിട്ടുണ്ട്. മധുരം പാകത്തിനുള്ളൂ, ഓവറായിട്ട് മധുരമില്ല. അതുകൊണ്ട് എല്ലാവർക്കും കഴിക്കാം. നമ്മൾ കാളികുളങ്ങര അമ്പലത്തിലൊക്കെ അതുപോലെ പൂച്ചോറൊക്കെ ഉണ്ടാക്കുമല്ലോ, അതുപോലെ അല്ലെങ്കിലും ഏകദേശം അതുപോലെയൊക്കെ തന്നെ. കൊള്ളാം, നൈസായിട്ടുണ്ട്.
അപ്പോൾ എൻ്റെ ഈ ഒരു വീഡിയോ ഇത്രയുള്ളൂ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ ഓക്കെ ഗൈസ്, സീ യു ഓൺ നെക്സ്റ്റ് വ്ലോഗ്. ബൈ.